നിയമസഭാ സമുച്ചയത്തിന്റെ വരാന്തയിൽ മേൽച്ചുവരിന്റെ ബോർഡ് അടർന്നു വീണു. സുരക്ഷാ ഉദ്യോഗസ്ഥന് നിസ്സാരമായി പരിക്കേറ്റു. നിയമസഭയിലെ ഡോക്ടർ വൈദ്യസഹായം നൽകി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, കൃത്യമായി ഏത് ഭാഗത്താണ് അത് ഈ അപകടം സംഭവിച്ചത്? അറ്റകുറ്റപ്പണികൾക്ക് ഉടനെ ഉണ്ടാവുമോ? നിയമസഭയിൽ ആണ് ഈ കെട്ടിടത്തിൻ്റെ അല്പഭാഗം അടർന്നു വീണത്. മേൽച്ചുവരിൻ്റെ ഭാഗത്തുനിന്ന് ബോർഡ് അടർന്നു വീഴുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥന് മേലേക്കാണ് വീണത്. ചെറിയൊരു പരിക്ക് അദ്ദേഹത്തിന് ഏറ്റു. പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ പരിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇത് ഏത് ഭാഗത്താണ്? ഉടനെ പരിഹരിക്കുമോ? നിസ്സാരമായ പരിക്കാണ്. ഇത് വൈകിട്ട് 4 മണിക്കാണ് നിയമസഭാ മന്ദിരത്തിലെ സഭ സമ്മേളിക്കുന്ന ഹാളിനകത്തേക്ക് കയറുന്ന കവാടത്തിന് പുറത്തുള്ള വരാന്തയിൽ മേൽഭാഗത്തുള്ള, അതായത് മേൽഭാഗത്തുള്ള ചുവര്, അതിന്റെ ഒരു ഭാഗം അടർന്നു വീണത്. ഇത് ചുവരല്ല, ശരിക്ക് ഈ റൂഫ് ചെയ്തിരിക്കുന്നതാണ്. അത് ജിപ്സം ഷീറ്റ് വെച്ചുള്ള റൂഫാണ്. അപ്പൊ അത് ഒരു ഭാഗം അടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഈ സമയം അവിടെ വാച്ച് ആൻഡ് വാർഡ് ആണ് സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥന്റെ ദേഹത്തേക്കാണ് ഈ ബോർഡ് പതിച്ചത്. അപ്പോൾ അദ്ദേഹം കൈ തട്ടി മാറ്റിയപ്പോൾ കൈക്കാണ് നിസ്സാരമായ പരിക്കേറ്റിട്ടുള്ളത്. ഉടൻ തന്നെ അദ്ദേഹത്തിന് നിയമസഭാ ഡോക്ടറുടെ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സഭ ഈ സമയത്ത് അകത്ത് സമ്മേളിക്കുകയായിരുന്നു. മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മന്ത്രി ഗണേഷ് കുമാർ. ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ അംഗങ്ങളെല്ലാം ഇറങ്ങുന്ന വഴി കൂടിയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരുപക്ഷെ അംഗങ്ങളുടെ ദേഹത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും വേറെ കാര്യമായ ഒരു അപകടമല്ല. എന്നിരുന്നാലും 25 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ് നിയമസഭാ മന്ദിരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബോർഡ് ഷീറ്റ് ഇതെല്ലാം തന്നെ കാലപ്പഴക്കത്തിന്റെ ഒരു പ്രശ്നവും ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയമസഭ ചെറിയ തോതിലുള്ള ഒരു ഭാഗമാണ് അടർന്നു വീണത്. സുരക്ഷാ ഉദ്യോഗസ്ഥന് ചെറിയൊരു പരിക്കാണ്. വേണ്ട പരിഹാര മാർഗങ്ങൾ ഉടനടി സ്വീകരിക്കുകയും ചെയ്യും. പ്രശാന്ത് കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്.